ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാകാലാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടാവില്ലേ? കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മളെ മാരത്തോണിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ടീച്ചർ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാണേ. ഏതാണ്? ഉപന്യാസം തയ്യാറാക്കുക. എല്ലാവരും കാണുമ്പോൾ തലയിൽ കൈ വെക്കും, അയ്യോ ഇതെങ്ങനെ തയ്യാറാക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയം എന്താണ് എന്ന് കൃത്യമായിട്ട് നോക്കുക. ആ വിഷയം നോക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഏകദേശ കുറേ ധാരണകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വായനയെക്കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മാതൃഭാഷയെക്കുറിച്ചാണെങ്കിൽ, ഈ ഒരു പ്രകൃതിയെയും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിലൊക്കെ കുറേ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഒരു വിഷയം കിട്ടും. പിന്നെ അതിന് നല്ലൊരു തലക്കെട്ട് അവസാനം കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്, എഴുതി കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണം ആമുഖം. ആമുഖം എന്ന് പറഞ്ഞാൽ നല്ലൊരു തുടക്കമാണ് കേട്ടോ. നല്ലൊരു തുടക്കം എന്ന് പറയുമ്പോൾ ചില വരികളൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. ചില കവികൾ പറഞ്ഞ വരികൾ, അല്ലെങ്കിൽ ഒരു അടിപൊളി കിടിലൻ തുടക്കം. പിന്നെ നിങ്ങളെ ആശയം എന്താണ് വിഷയം, അതിനെ ഖണ്ഡിക തിരിച്ചിട്ട് പാരഗ്രാഫ് തിരിച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതുക? ഒരു 3 പാരഗ്രാഫിലെങ്കിലും ലഘു ഉപന്യാസത്തിൽ നിങ്ങൾ കാര്യങ്ങൾ എഴുതുക. ഒന്ന് ആ വിഷയത്തെക്കുറിച്ച്, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ പറയുക. അതാണ് ആശയത്തിൽ ഖണ്ഡിക തിരിച്ചെഴുതേണ്ടത്. സ്വന്തം അഭിപ്രായം, നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് തോന്നുന്ന അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾ ഒരു നല്ല അവസാനം, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലേ, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ, ഒരു നല്ലൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നിങ്ങൾ ആ വിഷയം അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ ഒക്കെ കാണുക. അതുപോലെ താഴെയുള്ള കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൻ്റെ നമ്പർ അതിലുണ്ട്. എല്ലാവരും വിളിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കേ.